പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂർ കാട്ടാമ്പള്ളി പുഴ തകൃതിയായി പെയ്ത മഴയിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. പ്രകൃതിയുടെ മനോഹാരിത എങ്ങും തുളുമ്പി നിൽക്കുന്നു. ഇതുപോലെയുള്ള പുഴകളിൽ നിങ്ങൾ മഴക്കാലത്ത് കുളിക്കാനായി ഒരിക്കലും ഇറങ്ങരുത്. അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. മനോഹാരിത ആസ്വദിക്കുക, അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുക. മഴക്കാലല്ലേ അല്ലേ, നമ്മുടെ വാശി അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ പറ്റുന്ന ഒരുപാട് പരിപാടി നമുക്ക് വെള്ളത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണല്ലേ. പിന്നെ ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങളാരാ? ഞങ്ങളുടെ അച്ഛനാണോ? അല്ലേ? ഇത് ആര് ചോദിച്ചാലും അങ്ങനെ തന്നെയാ പറയാ. ഇപ്പൊ അച്ഛൻ ചോദിച്ചാലും കൂടെ അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമുക്കറിയാം, ഇന്നലെ റെഡ് അലേർട്ട് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ മഴ നല്ല രീതിക്ക് പിടിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള കുളമാകട്ടെ, വയലാകട്ടെ, പുഴയാകട്ടെ ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുന്നത് മാത്രമല്ല, അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, കണ്ണൂർ അഴീക്കോട് ഭാഗത്തുള്ള ആനിവയൽ എന്ന് പറയുന്ന കുളത്തിൽ ഒരു പയ്യന് സംഭവിച്ച കാര്യമാണ്. ഒരു 21 വയസ്സ് മാത്രമേ ഉള്ളൂ ആ പയ്യന്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു, നീന്താൻ പോയതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷിതാക്കളോട് പറയാതെയോ പറഞ്ഞോ നിങ്ങൾ പോകുന്നു. നിങ്ങൾ അവിടെ എത്തി കളിക്കുന്ന കാര്യങ്ങളൊന്നും രക്ഷിതാക്കൾ കാണുന്നില്ല. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നിങ്ങളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ടെൻഷനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഒരു ദിവസം ഒരു പയ്യനോട് ഞാൻ പറഞ്ഞ സമയത്ത്, ആ പയ്യൻ ഏതാണ്ട് ഒരു 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പയ്യൻ എന്നോട് പറഞ്ഞത്, ഞാനും നിങ്ങളും തമ്മിൽ ഏതാണ്ട് 6 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ എന്ന്. അതായത് എനിക്ക് 26 വയസ്സുണ്ട്, ആ പയ്യൻ 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞതാണ് 6 വയസ്സ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് അവൻ പറഞ്ഞത്. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവനും അറിയില്ല, എനിക്കും മനസ്സിലായില്ല അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരാളെ ഉപദേശിക്കാൻ എന്ന് പറഞ്ഞാൽ വയസ്സ് എന്ന് പറയുന്ന കാര്യം ഒരു വലിയൊരു ഘടകമാണോ? അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന അറിവുകൾ നമുക്ക് ആരുടെയെങ്കിലും മുന്നിൽ നമുക്ക് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന വയസ്സ് അല്ലെങ്കിൽ ഇത്ര വയസ്സുള്ള ആളാവണമെന്ന് നിർബന്ധമുണ്ടോ? അവൻ പറഞ്ഞത് അവൻ്റെ പ്രായത്തിനേക്കാൾ, അതായത് എൻ്റെ പ്രായത്തിനേക്കാൾ അവൻ്റെ അച്ഛന് പ്രായം ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്, ആ പയ്യെ. അപ്പോൾ ഇപ്പോൾ ഒരു 25-26 വയസ്സുള്ള എന്നെ പോലുള്ള ആൾക്കാർ ഉപദേശിക്കുമ്പോൾ ഇവനെ പോലുള്ള ആൾക്കാർക്കൊക്കെ പറയാനുള്ള മറുപടി ഇതാണോ ശരിയായുള്ള മറുപടി? നിങ്ങൾ പറ. പക്ഷെ ഞാനത്ര കാര്യമാക്കുന്നില്ല. ഒരു വിവരമില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിമോശം കൊണ്ട് അവൻ അങ്ങനെ സംസാരിച്ചു പോയി എന്നുള്ള കാര്യമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങളെക്കാൾ 4-5 വയസ്സെങ്കിലും 4-5 വയസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. നിങ്ങളോട് പറയുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരാണ് പറയുന്നത്, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അതിനിപ്പം പ്രായമൊന്നും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊതുവേ ഇപ്പോഴത്തെ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം പറയുന്നത് പാരൻസിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം പാരൻസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും മൊബൈലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ കുളിക്കാൻ പോകുന്നു, നിങ്ങളോട് ഇപ്പോൾ കുളത്തിൽ പോകണ്ടെന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല. പക്ഷെ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ എത്ര വലിയ നീന്തൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ ആയാൽ പോലും വെള്ളത്തിൽ ഒരുപാട് സമയം കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലൊക്കെ കോടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. കാല് കോടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ നീന്താൻ പറ്റില്ല, മുങ്ങി പോവുകയുള്ളൂ. അത്തരത്തിലുള്ള അവസ്ഥയൊന്നും പല ആൾക്കാർക്കും അറിയില്ല. അതുപോലെ തന്നെ പല പരിചയമില്ലാത്ത നദികളിലും പുഴയിലൊക്കെ പോയി കുളിക്കുന്ന ഒരു സ്വഭാവം ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതിപ്പോൾ യൂത്തിന് മാത്രമല്ല, പ്രായമുള്ള ഒരുപാട് ആൾക്കാർക്കും ഉണ്ട്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു നദീതരത്തിലല്ല നിങ്ങൾ പോയി കുളിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഭാഗത്തുള്ള ആൾക്കാരോടൊന്ന് ചോദിക്കുക, ചേട്ടാ ഇവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ ഇവിടെ അപകടം ഉണ്ടോ, എങ്ങനെയാണ്. ആ പരിസരത്ത് കൃത്യമായി ജീവിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യമൊക്കെ മനസ്സിലാവും. എന്നാൽ പോലും നിങ്ങൾ പരിചയമില്ലാത്ത സ്ഥലത്തൊന്നും നിങ്ങൾ പോയി കുളിക്കാൻ പാടില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ ചങ്ങാതിമാരൊത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊപ്പരോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുളത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ കൂടുതൽ ആൾക്കാരുള്ള സമയത്ത് മാത്രം നിങ്ങൾ പോവുക. അതുപോലെ തന്നെ സേഫ്റ്റി ജാക്കറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്യൂബൊക്കെ കൊണ്ട് മാത്രം നിങ്ങൾ പോവുക. പല ആൾക്കാർക്കും മടിയുണ്ട്. ഞാൻ നീന്തൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് എനിക്ക് ട്യൂബൊന്നും വേണ്ട അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വെള്ളത്തിൽ ഒരുപാട് സമയം കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈയും കാലൊക്കെ കോടുന്ന ഒരവസ്ഥ വരും. അത്തരത്തിൽ മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ക്ഷേത്രക്കുളത്തിലും മറ്റ് സംഭവങ്ങളിലും ആയിട്ടൊക്കെ നീന്താൻ പോയതിന് ശേഷം കാലും കൈയും കോടിപ്പോയി മരണപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയൊന്നും നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നുള്ള കാര്യം കൊണ്ടാണ് വ്യക്തമായ രീതിയിൽ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എത്ര നീന്താൻ അറിയുന്ന ആളായാലും നിങ്ങൾ ട്യൂബ് പോലുള്ള സംഭവങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മത്സര ഓട്ടങ്ങൾ, അതായത് മത്സരത്തിന് വേണ്ടി നീന്തുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മുന്നിൽ ടാർഗറ്റ് തേക്കാൻ വേണ്ടി നീന്തുക, ഏതെങ്കിലും പെൺകുട്ടിയുടെ മുമ്പിൽ പെർഫോമൻസ് കാണിക്കാൻ വേണ്ടി നീന്തുക, ഇതൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ മുങ്ങിച്ചത്ത് കഴിഞ്ഞാൽ ആ പെണ്ണ് നിങ്ങളെ ഓർത്ത് കരയാനൊന്നും പോകുന്നില്ല. അവൾ അവളുടെ പാടും നോക്കി പോവും. നിങ്ങളുടെ ലൈഫിൽ കരയുന്നത് നിങ്ങളുടെ വീട്ടുകാർ മാത്രമാണ്. ആരാ? നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഫാമിലീസിന് മാത്രമേ നഷ്ടമുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നീന്താനായി ഇറങ്ങുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ട് നീന്തുക. ഒരിക്കലും മത്സര പാച്ചലുകൾക്ക് വേണ്ടി നമ്മൾ തളരുന്നത് വരെ ഒരിക്കലും നീന്താൻ പാടില്ല. നീന്തൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരം കംപ്ലീറ്റ് ഇളകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിലാക്സ് ചെയ്യുക. കുറച്ച് സമയം നീന്തി റിലാക്സ് ചെയ്യുക, പിന്നെയും നമ്മൾ നീന്തി പിന്നെയും നമ്മൾ റിലാക്സ് ചെയ്യുക. ഒരിക്കലും ആരുടെയും മുന്നിൽ ടാർഗറ്റ് തേക്കാനോ മാസ് കാണിക്കാനോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഒരു മാസം ഉണ്ടാവില്ല. മനസ്സിലായോ? ആ മാസം തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനവും ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ട്യൂബ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോവുക. കാരണം നിങ്ങൾ അത്യാവശ്യം നീന്തി കഴിഞ്ഞാൽ, ഇപ്പം കുളത്തിലാണെങ്കിൽ തന്നെ ആ ട്യൂബിൽ നിങ്ങൾക്ക് കുറച്ച് സമയം പിടിച്ച് നിന്ന് അനങ്ങാതെ നിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള സേഫ്റ്റി സാധനങ്ങൾ, അതായത് ജാക്കറ്റോ അല്ലെങ്കിൽ ട്യൂബോ നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾ നീന്താൻ അറിയുന്ന ആളായാലും ഇല്ലെങ്കിലും. ഇപ്പം കഴിഞ്ഞ ദിവസം ഞായറാഴ്ച സംഭവിച്ച ആ ഒരു കുട്ടിക്ക് സംഭവിച്ച കാര്യം നിങ്ങൾക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ എന്നുള്ള കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂത്ത്, നമ്മളെ പോലുള്ള യൂത്ത് ആൾക്കാരെ കുറ്റം പറഞ്ഞ് മാത്രം കൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഒന്നും തന്നെ നേടാത്ത ഒരുപാട് ഏട്ടന്മാരുണ്ട്, ഒരുപാട് അമ്മാവന്മാരുണ്ട്. അവരോടാ പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ കാത്തിരിക്കാൻ ഭാര്യമാരുണ്ട്, നിങ്ങളുടെ മക്കളുണ്ടാവാം, മക്കളുടെ മക്കളുണ്ടാവാം. അതുകൊണ്ട് എൻ്റെ പൊന്നു ചേട്ടന്മാരെ, മദ്യപിച്ചുകൊണ്ട് ഒരിക്കലും നീന്തൽ മത്സരത്തിന് ഇറങ്ങാൻ പാടില്ല. കാരണം മദ്യപിച്ചുകൊണ്ട് നീന്തൽ മത്സരത്തിനിറങ്ങി അപകടപ്പെട്ടു മരിച്ചു എന്ന് പറയുന്ന ന്യൂസ് ഇപ്പം നിരന്തരമായിട്ട് വരുന്നുണ്ട്. മദ്യപിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുന്നിൽ നിങ്ങൾ മാസ് കാണിക്കലോ അതൊന്നും അല്ല കാര്യം. ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ജീവനാണ്. നിങ്ങൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവാർഡുകൾ കിട്ടുള്ളൂ, നിങ്ങൾക്ക് അംഗീകാരങ്ങൾ കിട്ടുള്ളൂ. മരിച്ച ആൾക്കാർക്ക് ഒന്നും കിട്ടൂല. ആർക്കാ നഷ്ടം? ആർക്കും നഷ്ടമില്ല, നിങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രം. അതുകൊണ്ട് മദ്യപിച്ചിട്ടോ ലഹരി ഉപയോഗിച്ചിട്ടോ ഒന്നും ആരും തന്നെ ജലാശയങ്ങളിൽ ചെയ്യാൻ പാടില്ല. പരിചയമില്ലാത്ത പുഴകളിലോ കാര്യങ്ങളിലോ ഒന്നും നിങ്ങൾ കുളിക്കാനും പാടില്ല. കാരണം അടിയൊഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ബാക്കി കിട്ടൂല. അങ്ങനെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. കാഴ്ചയിൽ നല്ല മനോഹരമായി തോന്നും. നമ്മളൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയി വീഡിയോ എടുത്തിട്ടുണ്ട്, പുഴയുടെയും പ്രകൃതി രമണീയമായിട്ടുള്ള മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ. പക്ഷേ അവിടുത്തെ മനോഹാരിത നമ്മൾ ആസ്വദിക്കുക എന്നല്ലാതെ നമ്മൾ അതിലോട്ട് ഇറങ്ങാൻ ഒരിക്കലും പോകരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാക്കുള്ളൂ. നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ കുറച്ച് ആൾക്കാർ, പരിചയമുള്ള ആൾക്കാരൊക്കെ 1-2 ദിവസം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും പാടെ മറന്നു തുടങ്ങും. അതിപ്പോൾ എത്ര വലിയ സംഭവങ്ങളെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹത്തിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവന് വലിയ വിലയുണ്ട്. ആ ഒരു ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അത് ആർക്ക് വേണ്ടി നിങ്ങൾ അടിയറ വെക്കരുത്. ആര് പറഞ്ഞാലും നിങ്ങൾ മത്സരവാശിക്കോ കാര്യങ്ങൾക്കോ നിൽക്കരുത്. പ്രത്യേകിച്ച് വെള്ളത്തിൽ. അറിയാലോ, നമുക്ക് 1/4 ഭാഗം മാത്രമേ നമ്മുടെ ഭൂമിയുള്ളൂ, 3/4 ഭാഗത്തോളം വെള്ളം തന്നെയാണ്. അപ്പം ആ ഒരൊറ്റ കാര്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പാരൻസിനെ ഒരിക്കലും നിങ്ങൾ കരയിക്കാനുള്ള ഒരു അവസരം ഒരുക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ പാരൻസിന് അത് ഒരുപാട് വിഷമാവും. അവരൊരുപാട് തീ തിന്ന് ജീവിക്കേണ്ടി വരും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ പാഷനെ ജീവിച്ചോ, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാർ കരയുന്ന ഒരു സിറ്റുവേഷൻ കഴിയുന്നത് നിങ്ങൾ ഒരുക്കാണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈഫ് ജാക്കറ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നീന്താൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി, നിങ്ങളൊരു വെൽ എക്സ്പേർട്ട് ആയിരിക്കാം, പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിനും ഒരുപാട് സുരക്ഷിതത്വം നൽകും. അപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ഒരു കുട്ടിക്ക് സംഭവിച്ച കാര്യം നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ ലോകത്തും തന്നെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അമ്പാടിപ്പയ്യുകൾ മെയ്യും കാണാ തീരത്ത്
അനുരാഗം മൂളും തത്തമ്മേ.